ഇന്നലെ സ്കൂളിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് വാർത്ത വായിക്കുന്നൊരു സംഗതിയുണ്ട്. ഇന്നത്തെ വാർത്തകൾ വായിക്കും. ആ വാർത്തകൾ ഞാൻ വായിക്കാം സാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമേ അറിയാത്ത കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനിവിടെ അങ്ങനെ പലതും പറയും, പലരെയും പറയും, അതു കേട്ടാരും കോപിക്കരുതേ. തുള്ളൽ നടത്തുന്ന ആൾക്ക് എന്തും പറയാം, പക്ഷെ കോപിക്കാം പാടില്ല. പ്രിയപ്പെട്ടവരെ, എജു ക്രോണിക്കിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷെഫീഖ് മാഷാണ്. ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാകും. ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ പ്രസിദ്ധനാണ്, ഫേമസ് ആണ്. 1,00,000-ലേറെ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ടീച്ചറാണ്. APJ സ്റ്റഡി സെൻറ്ററിൻ്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കൂടി ലഭിച്ച ഒരു മാന്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഷെഫീഖ് മാഷിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ലഭിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജ് കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തിനെ ഒന്ന് ലോകത്തിന് പരിചയപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. സൈത്തൂൻ ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണ്, കുറുവയിലാണ് അദ്ദേഹം അധ്യാപനം നടത്തുന്നത്. ഞാൻ ഡോക്ടർ മൊയ്ൻ ഹുദവി, സൈത്തൂൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറാണ്. അപ്പോൾ മാഷ, വളരെ സന്തോഷം. വെൽക്കം ടു എജു ക്രോണിക്കിൾസ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഷെഫീഖ് സാറാണ് സാറെ എന്നെ പരിചയപ്പെടുത്തി തന്നത്. വളരെ സന്തുഷ്ടരാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യമായി സാറൊന്ന് പരിചയപ്പെടുത്താം. സാർ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു ബ്രീഫ് സ്കെച്ച്. ഓക്കെ, ഞാൻ ഷെഫീഖ് തുളുവത്താണ്. ഇപ്പോൾ ഷെഫീഖ് മാഷായിട്ട് അറിയപ്പെടുന്നു. ഏതായാലും ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. AUPS കുറുവയിലുള്ള അതിൽ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചവരൊക്കെ കൂടെ ഉണ്ടോ? 2-3 പേര് ഇപ്പം ഉണ്ട്. ഇനി അവരും കൂടി കഴിഞ്ഞാൽ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഇല്ല, പിന്നെ ഒക്കെ പുതിയ ആളുകളാണ്. ആദ്യം ഞാൻ അംഗനവാടി അങ്ങനെ പോയിട്ട് പിന്നെ LP സ്കൂള്, അത് GLPS കുറുവ, നമ്മുടെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ്. അവിടെ പഠിച്ച് പിന്നെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന AUPS കുറുവയിലെത്തുന്നത്. അവിടെ പഠിച്ച് പിന്നീട് മക്കരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ 8 മുതൽ 10 വരെ പഠിച്ചത്. പിന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നമ്മൾ നടത്തിയത് പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, വളരെ അടുത്താണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പടിഞ്ഞാറ്റുമുറി ഫസ്വരി ക്യാമ്പസിലുള്ള ഒരു TTയിലാണ് ഞാൻ TTC കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അവിടുന്ന് അങ്ങനെ ഒരു അൺഎയ്ഡഡ് സ്ഥാപനത്തിലേക്ക്, ഒരു റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുകയും കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്ത് പിന്നെ ഡെയിലി വേജ് വർക്ക് ചെയ്ത് അടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു നമ്മുടെ സ്കൂളിൽ എത്തിപ്പെടുക എന്നുള്ളത്. അവിടെ ഒരു 8 വർഷത്തോളമായിട്ട് ഇപ്പോൾ AUPS കുറുവയിൽ അധ്യാപകനായിട്ട് തുടരുകയാണ്. തുടക്കം 3-ാം ക്ലാസ്സിലും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 4-ാം ക്ലാസ്സിലുമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡിൻ്റെ ശേഷമാണോ സാർ ഈ രൂപത്തിലൊരു ഇൻസ്റ്റഗ്രാം സെറ്റപ്പിലേക്കും മറ്റു വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നത്? കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഓൺലൈൻ ഫെസിലിറ്റിയാണ് നമ്മുടെ കുറച്ചുകൂടെ വിസിബിലിറ്റി. കുട്ടികൾക്ക് ഒരു സ്ക്രീൻ സന്ദർഭം വന്നല്ലോ, ആ സമയത്താണ് നമ്മൾ ഈ രൂപത്തിലുള്ള വഴി തുറക്കണം. ഒന്നാമത് നമുക്കറിയാലോ, നമ്മുടെ ഈ ടീച്ചിങ് പരിശീലനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനൊരു മങ്കട ഉപജില്ലാ തലത്തിൽ അവിടുത്തെ LP അധ്യാപകരുടെ ഒരു റിസോഴ്സ് പേഴ്സണും കൂടിയാണ്. അപ്പം അന്നാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന നമുക്കൊരു കണ്ടൻറ്റ് തരികയാണ്. തന്നിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മൊഡ്യൂള് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു ടീച്ചേഴ്സിന് ഇത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ശരിക്ക് ഈ ഒരു വീഡിയോ വൽക്കരണത്തിലേക്ക് പോകുന്നത്, ദൃശ്യവൽക്കരണത്തിലേക്ക് പോകുന്നത്. ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ചെയ്തത്. അത് നമ്മൾ
നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയും, മാഷെ ഞങ്ങൾ അതൊന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നാൽ ഒന്നുകൂടി ഞങ്ങൾക്കത് എഫേർട്ടായിട്ട് കറക്റ്റായിട്ട് കിട്ടും എന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് കോളേജിലാണ്, പ്രൈവറ്റ് ക്യാമ്പസുകളിലാണ്. ഇപ്പോൾ പ്രൈവറ്റ് ക്യാമ്പസുകളിൽ നമുക്ക് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് സിസ്റ്റം, റിവ്യൂ ചെയ്യുന്ന സിസ്റ്റം, അസസ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ടീച്ചർക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ കഴിയൂല. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ റൂളൊക്കെ ഇറക്കിയല്ലോ, ഗവൺമെൻറ് അധ്യാപകർ മറ്റു സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കരുത്. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇത്ര സീരിയസ് ആയിട്ട് ഗവൺമെൻറ് കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്. അവരെന്നെ നല്ല പ്രതിഭകളായിരിക്കും, പക്ഷേ ഈ എഫേർട്ടും കമ്മിറ്റ്മെൻറ്റും പൊതുവെ നമുക്ക് അത്ര കാണാറില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് സാറെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരു നീയത്ത് ഉണ്ടാവില്ല ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഹാർഡ് വർക്ക്. അപ്പോൾ ഈ സാറ് ചെയ്യുന്ന ഈ വർക്കുകളൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഈ സാർ ഐഡിയ ജനറേഷന് സമയം കണ്ടെത്തുന്നത്, ഇൻറ്റൻഷൻ, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഒരു യഥാർത്ഥത്തിലുള്ളൊരു സംഗതി, നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് നിമിത്തമെന്ന് പറയാൻ കാരണം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഡ്യൂക്കേഷൻ ക്ലോസ് ചെയ്ത് ഒരു ഹോട്ടലിൽ ജോലിക്കാരനായ ഒരാളാണ്. കരിപ്പൂർ എയർപോർട്ടിൽ സഫ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ കിച്ചണിൽ പ്ലേറ്റ് കഴുകിയിട്ടും അവിടുത്തെ ടേബിൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ വീട്ടുകാരോട് പറയാണ്, ഇനി ഞാൻ പഠിക്കണില്ല, ഞാൻ നിർത്തി. അതെ, നമുക്കത് ഒന്നാമത് അതിനോടൊരു എന്താ പറയുക മടുപ്പിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സമ്പാദിച്ചിട്ടാണ് നമ്മൾ പണം കണ്ടെത്തുന്നത്, പഠിക്കാനുള്ള സംഗതി സോഴ്സ് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാവാം, വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ ഒരു കയ്പേറിയ ദുരനുഭവം നമുക്ക് ലൈഫിലുണ്ട്. കാരണം ഇല്ലായ്മയുടെ ഒരു കയ്പ്, അത് വല്ലാതെ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രയാസം വരും. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അനുകൂലമായത് നോമ്പ് വന്നതാണ്. നോമ്പ് വന്നപ്പോൾ നമ്മുടെ ഹോട്ടൽ നോമ്പിൻ്റെ ആവശ്യത്തിൽ അടച്ചിട്ടു. ആ സമയത്താണ് +1 നമ്മളെ സിംഗിൾ വിൻഡോ, അതായത് ഏകജാലത്തിൽ വെച്ചിട്ട് നമുക്ക് സ്കൂളുകളൊന്നും കിട്ടണില്ല. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പഠന പിന്നാക്കത്തിന് കാരണം ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ എനിക്ക് ക്ലാസ് കിട്ടാത്തത് കൊണ്ടാവാം, മാത്സിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത സംഗതിയെ പിന്നെ ഏകജാലകം വഴി അവസാനം ഒരു സ്കൂളിലേക്ക് കിട്ടുകയാണ്. മാർക്കിൻ്റെ ഒരു കുറവുകൊണ്ടാണ് അങ്ങനെ എത്തപ്പെട്ടത്. അങ്ങനെ വന്നൊരു സന്ദർഭത്തിലാണ് നമ്മൾ +1ഉം +2ഉം പൂർത്തിയാക്കുന്നത്. ആ പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ 3ാം ക്ലാസ്സിലെ ഒരു ടീച്ചറോട് പറഞ്ഞ ഒരു സംഗതി, ഒരു സാധനം. ആ ടീച്ചറിനെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ എന്നെ സ്വാധീനിച്ചു. സുഹൃ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഭയങ്കര സന്തോഷമായിരിക്കും. ആ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് അംബീഷൻ എഴുതി വെക്കാൻ പറയും, നമ്മൾ ഭാവിയിൽ ആരാവും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാനൊരു അറിയുന്ന വേർഡ് എന്നുള്ള നിലക്ക് മുദ്ദരിസുൻ, അധ്യാപകൻ എന്ന് എഴുതി വെച്ചു. പല കുട്ടികളും പല രൂപത്തിലുള്ള എഴുതി വെച്ചു. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അധ്യാപകൻ എന്നുള്ളത് ഒന്ന് കുറിച്ച് വെക്കുന്നത്. അപ്പോൾ ആ കുറിച്ച് വെക്കുന്ന ആ സന്ദർഭം മുതൽ അത് നമുക്ക് വീണ്ടും നമ്മൾ റിമെമ്പർ ചെയ്തത് നമ്മുടെ ഈ +1 +2 എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇനി എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴാണ് ഈ അധ്യാപക കോഴ്സുകളെ കുറിച്ചിട്ട് അറിയുന്നത്. മറ്റു സംഗതികളിലേക്കൊന്നും പോകണില്ല, പോവുകയാണെങ്കിൽ ടീച്ചിങ് കോഴ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അവിടെയും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്ത് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ നാട് സമൂസപ്പടി എന്ന് പറയുന്ന നാടാണ്. അവിടെ പലഹാരം നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലായിടത്തും സാധനങ്ങളൊക്കെ. അവിടെയുള്ള ഒരു കടയിൽ പ്രിയപ്പെട്ട യൂസുഫാക്ക എന്ന് പറയുന്ന ഒരാളുണ്ട്. മൂപ്പരുടെ ഷോപ്പിൽ രാത്രി ഉറക്കൊഴിച്ചിട്ട് വേണം ഈ വർക്ക് ചെയ്യാം. അങ്ങനെ അവർ ഫീസിനായിട്ട് കൊടുക്കുന്ന സംഗതി തരും, പക്ഷെ നമ്മൾ ജോലി എടുത്തിട്ട് വീട്ടണം. ഇതായിരുന്നു നമ്മുടെ രീതി. അപ്പോൾ അവർ എക്സ്ട്രാ കുറച്ച് പൈസ തരും. അത് കഴിയുന്നത് വരെ നമ്മൾ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഏകദേശം 1 മണിക്കൊക്കെ എണീറ്റിട്ടാണ് നമ്മൾ ആ ജോലിക്ക് പോവുക. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യണത്. അങ്ങനെ കുറച്ച് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫീസ് കൊടുക്കാനുള്ള പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ജോലിക്ക് പോകാൻ കഴിയണില്ല. കാരണം പരീക്ഷയുടെ അടുത്ത് നമുക്ക് കുറേ വർക്കുകൾ വരും, ടീച്ചിങ് കോഴ്സ് ധാരാളം വർക്കുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഈ എന്താ പറയുക
ഇതിൻ്റെ ഫീസ് ഫില്ല് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട്, ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരെ, പക്ഷെ നാട്ടിൽ കുറച്ചുകൂടെ കാര്യക്കാരനായതുകൊണ്ട് നമുക്ക് അവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സഹായിച്ചു. ആ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെടുത്തൊരു എഫോർട്ട്, നമ്മളെ സഹായിച്ച ആളുകൾ, ശരിക്കും ഈ ടീച്ചിങ് ഫീൽഡിൽ നമ്മൾ പറയാലോ ആത്മസമർപ്പണത്തോട് നിൽക്കാനുള്ളൊരു കാരണം ഇവരോടൊക്കെ കടപ്പെടണമെങ്കിൽ എൻ്റെ ഫീൽഡിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കുട്ടിക്കും ഒരു കുറവില്ലാത്ത വിധം സാമ്പത്തികമായിട്ട് കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, എഡ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ലോ ലേണിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ലോ ലേണിംഗ് കണ്ടീഷനൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിൽ കൊടുക്കണം. ഇതൊരു സമൂഹത്തിനോടുള്ള വലിയൊരു ബാധ്യതയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ എഫോർട്ടൊക്കെ നമ്മൾ എടുക്കാൻ, അതെ ഒരു എഫോർട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ വെറുതെ അങ്ങനെ ആയതല്ലല്ലോ, നമ്മൾ എല്ലാ ഘട്ടങ്ങളിലൂടെയും കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. സാറൊരു ജീവിതം ഞാൻ തോന്നുന്നു ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആവട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാനും ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, ഇപ്പോൾ ഒരു ബെഞ്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരിക്കലും ടീച്ചറായിട്ട് കാര്യമില്ല, അതിന് വേറെ ഒരുപാട് പണികളുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പേരെ ജീവിതം സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ മുദരിസ്, അറബിയിൽ പറയാറുണ്ട് കാതൽ മുഅല്ലിമുൻ യകൂന റസൂലാൻ, ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാവാൻ അടുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്രയും റോളുണ്ട് യഥാർത്ഥത്തിൽ അധ്യാപകർക്ക്. ഇപ്പോൾ സാറ് ഈ ക്ലാസ്സിന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലെ എല്ലാവിധ പരിമിതികളും മറികടന്ന് എനിക്ക് സുഹൃത്തുക്കളൊക്കെ സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം അത് റെക്കോർഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു രൂപത്തിൽ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ഒരു നമുക്ക് എക്കാലത്തേക്കും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. കാരണം നമുക്ക് പോലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കണ്ടു കാസർഗോഡ് നിന്ന് അവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ സാറെ കണക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ സന്തോഷം നൽകിയ കുറച്ച് അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ പാഠം. അനുഭവങ്ങൾ സാർക്കൊന്ന് പങ്കുവെക്കാൻ കഴിയും, ഒരു ടീച്ചറായതിൽ അഭിമാനം തോന്നിയ ചില നിമിഷങ്ങൾ. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, 3ാം ക്ലാസ് കഴിഞ്ഞ് 4ലേക്ക് എത്തുന്ന ഒരു കുട്ടി. അപ്പോൾ 3ലെ ടീച്ചർ എന്നോട് എപ്പോഴും പറയും, ഷെഫീഖ് മാഷെ, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, ഞാൻ പേര് സൂചിപ്പിക്കണില്ല, ആ കുട്ടിക്ക് ഞാൻ എങ്ങനെ അവനെ ശരിയാക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അവന് എഴുതാനോ വായിക്കാനോ അറിയണില്ല. അന്ന് ഞാൻ ആ കുട്ടിയെ, അത് 3ൽ പഠിക്കുന്ന സമയത്ത് അടുത്ത എൻ്റെ ക്ലാസ്സിലേക്ക് വരാനുള്ള കുട്ടിയെ ടീച്ചർ എനിക്ക് മുൻധാരണകൾ തരും. അന്ന് ഞാനന്ന് പോയിൻ്റ് ചെയ്ത് വെച്ചു. അവൻ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയം അവനെ ആദ്യത്തെ ഒരു സ്ക്രീനിങ് നടത്തി. അപ്പോൾ ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്, കുട്ടിയെ മനസ്സിൽ അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ പദങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒരു ചിത്രം വര പോലെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കുട്ടിയെ ഞാനൊരു പ്രൊജക്റ്റായിട്ട് എടുത്തു. നമ്മൾ കുട്ടി പോലും അറിയാതെ, പാരൻ്റൊന്നും അറിയാതെ ഒരു കുട്ടിയെ ഒരു പ്രൊജക്റ്റായിട്ട് എടുത്തു. ആ പ്രൊജക്റ്റായി എടുത്ത കുട്ടിക്ക് ഇന്ന് ഞാൻ ഏത് പാഠപുസ്തകം കൊടുത്താലും, ഞാൻ വായിച്ചു കൊടുക്കാതെ മുൻപരിചയമില്ലാതെ ഒരു പുസ്തകം കൊടുത്താൽ ആ പുസ്തകങ്ങളിലെ മുഴുവൻ, അത് ലേഖനങ്ങളായിക്കോട്ടെ കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ, അത് മുഴുവൻ അവൻ വായിക്കുന്നു. വെരി ഗുഡ്. അത് മാത്രമല്ല, അവൻ്റെ ഉമ്മയുടെ കൂടെ അവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബോർഡ് പോലും, പുറത്തുനിന്ന് കാണുന്ന ഒരു ബോർഡ് പോലും, മലയാളത്തിൽ കാണുന്ന ഒരു ബോർഡ് പോലും, ബസ്സിൻ്റെ പ്ലേസുകൾ എഴുതിയതാണെങ്കിലും അല്ലെങ്കിൽ കടകളുടെ മുന്നിൽ എഴുതി വെച്ചതാണെങ്കിലും പരസ്യങ്ങളാണെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് അവൻ്റെ ഉമ്മാക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ മറ്റു ബന്ധുക്കൾക്കിടയിലും അവൻ സ്വന്തമായിട്ട് വായിച്ചിട്ട് പേരൻസൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ലൈഫിൽ വലിയൊരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ, അവൻ്റെ മനസ്സിൽ ഒന്നുമില്ലാത്ത ഒരാളെ മനസ്സിൽ നമ്മളൊരു ആക്ടിവിറ്റി അവനെ ഫോക്കസ് ചെയ്തിട്ട് ക്ലാസ്സിൽ മൊത്തം കൊടുത്തു. ഞാൻ ഓനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവന് തോന്നും ഞാനത് പഠിക്കാത്തത് കൊണ്ടാണ് എന്നെ ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള ടാസ്ക്കാണ് എന്ന് തോന്നാത്ത വിധം എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ആക്ടിവിറ്റി കൊടുത്തു. അത് ഏകദേശം ഒരു 200 വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഉണ്ടാവുക.
140-150 വർക്ക്ഷീറ്റുകൾ സ്വയം കണ്ടെത്തിയിട്ട് അവനെ ലക്ഷ്യം വെച്ചിട്ട് മൊത്തം കുട്ടികൾക്ക് ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്കൂളിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് വാർത്ത വായിക്കുന്നൊരു സംഗതിയുണ്ട്. ഇന്നത്തെ വാർത്തകൾ വായിക്കും. ആ വാർത്തകൾ ഞാൻ വായിക്കാം സാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമേ അറിയാത്ത കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനിവിടെ സന്തോഷം. കാരണം ആ പാരന്റ് സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്ന വിധം എന്നോട് പറഞ്ഞു താങ്ക്സ്. ഞാൻ എൻ്റെ സ്കൂളിലെ യോഗങ്ങൾ CPT യോഗങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു പ്രവണത ഉണ്ട്. നമ്മൾ ടോപ്പ് 10 ടോപ്പേഴ്സ്, പരീക്ഷയിൽ നന്നായി മാർക്ക് വാങ്ങിയവർ, അത് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മുടെ ഒരു രീതിയാണ്, പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. ഒരു ഹോണറിങ് എന്നുള്ള നിലക്ക് ആ കുട്ടികളെ എന്ത് ചെയ്യാം, പരമാവധി അംഗീകാരങ്ങളും ആദരവും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു സംഗതി, ഞാൻ ആ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം, അവരുടെ പേരും കൂടിയും അവിടെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് കൊടുത്ത ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് അവർ കുറേ മുന്നോട്ട് വന്നിക്കണ റെക്കോർഡിക്കലായിട്ടുള്ള ഒരു സാധനം അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മനോഹരമായ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കുന്നത്. അത് അവർക്കൊരു പ്രചോദനമാണ്. ഓരോ സ്റ്റെപ്പൊന്നും അവർ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പോകുന്നതിന് ഇത് കാരണമാണ്. അപ്പോൾ ഓരോ മീറ്റിംഗ് കഴിയുന്ന സമയത്തും ആ ഉമ്മ അവിടെ മീറ്റിങ്ങിന് വരും. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന രീതി എന്താ വെച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, ഒരു രക്ഷിതാവും ലോ ലേണർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവും സ്കൂൾ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. വന്നു കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരിക അപ്പൊ അവിടെയാണ് അവന് ഒരു അംഗീകാരം പൊതു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ആ രക്ഷിതാവിന് വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ന് അവന് കിട്ടുന്നതിന് കാര്യമുണ്ട്, അവന് വലിയ ചേഞ്ച് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം. ഒന്നും അല്ലാത്ത എന്ന് മുൻവിധികൾ എഴുതുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തു, 140 വർക്ക്ഷീറ്റ് ഒക്കെ ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എഫേർട്ട് അധ്യാപകരായ നമുക്ക് മനസ്സിലാവും. അതിലൊരു ഗുണം ആ കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്തതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് തീർച്ചയായിട്ടും. അതായത് അവരിലുണ്ടായിരുന്ന ന്യൂനതകൾ, അക്ഷരങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഫൗണ്ടേഷണൽ മിസ്റ്റേക്കുകളൊക്കെ ഓവർകം ചെയ്യാൻ അതൊക്കെ അവിടെ ക്ലിയർ ചെയ്യാൻ. അതായത് ഒരു ഉദാഹരണം പറയാം, സമയം നമുക്ക് ഗ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ നോർമലി കുട്ടി പണ്ട് ഒരു ചിത്രരൂപത്തിൽ സാധനം പഠിച്ചതാണ്. പക്ഷെ പല കുട്ടികൾക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും. പലരും അങ്ക ആണ് എന്നുള്ള രൂപത്തിലാണ് എഴുതുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചർ എവിടുന്ന് തുടങ്ങി എവിടെ വെക്കണം, അത് എവിടെ അവസാനിക്കണം എന്നുള്ളത് വീണ്ടും 4ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അവിടെ കവർ ചെയ്യും. അപ്പം അതാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടി കാരണമാണ് നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റുകൾ, അത് നമ്മുടെ വർക്ക്ഷീറ്റുകൾ മൊത്തം കേരളത്തിൽ ഈ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിലേറെ വലിയ സന്തോഷം. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി ലോ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമല്ല. ഒരു പേയ്മെന്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ ഒന്നും നമ്മൾ കരുതണില്ല. ഒരു ബാക്കി വെക്കല്ലേ സാർ, ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിൽ ബാക്കി വെക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ സംഭവം എന്താ? നമ്മുടെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അതേ പ്രശ്നം കേരളത്തിലെ ഒരുപാട് പേർക്കുണ്ട്, പല ക്ലാസ് മുറികളിലും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ സാറ്റർഡേസിൽ സ്പെഷ്യൽ ടൈം എടുത്ത് പഠിപ്പിക്കണം അവരെ. അത് ഒഴിവാക്കാൻ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഞാൻ സ്റ്റോറി വെച്ച് പോന്നിട്ടുള്ളത് നമുക്കറിയാലോ, അടുത്ത ഒരു പുതിയൊരു സംഗതി കുട്ടി സ്വയം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് വായനക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ടേം ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ സമയത്ത് തീർക്കാൻ പറ്റുന്ന വർക്ക് എന്നുള്ള നിലയ്ക്ക് കുഞ്ഞു വായന, കുഞ്ഞെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അത് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഹാപ്പി, ഒരുപാട് കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് ഇഷ്യൂസുകളൊക്കെ കവർ ചെയ്തു. കൊറോണ നമുക്ക് വലിയൊരു വിടവുണ്ടാക്കി. ആ വിടവുകളൊക്കെ കവർ ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ കൊണ്ട് കഴിയുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കുട്ടിയുടെ രക്ഷിതാവ് മരണം വരെ ഓർക്കാൻ അത് മതി. കാരണം അവനിൽ എന്ത് ഗ്രോത്ത് ഉണ്ടാവുന്നതും അതിന് സാറിനോട് കടപ്പെട്ടിരിക്കുന്നതിൽ സംശയമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ 3 Idiotsൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡിന് ശരിക്കും സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസ്ലെക്സിയ ഉള്ളൊരു കുട്ടിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണല്ലോ ആ മൂവിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു സിനിമാറ്റിക് സംഭവമാണ്, പക്ഷേ റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ് സാർ. പിന്നെ
അതുപോലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നൊരു സംഭവം, ഇപ്പോൾ NCF ഒക്കെ വന്നതോടുകൂടി അത് കൂടുതൽ ക്ലിയറായി വരികയാണ്. ഇപ്പോൾ NCF ഒക്കെ പ്ലേ ബേസ്ഡ് ആണ്, FS ഫൗണ്ടേഷണൽ സ്റ്റേജ് പൂർണ്ണമായിട്ടും പ്ലേ ബേസ്ഡ് സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ ഒരു പക്ഷേ അത് ഇത്ര പ്രചാരം നേടുന്നതിന് മുമ്പ് തന്നെ സാറ് പൂർണ്ണമായിട്ടും പ്ലേ ബേസ്ഡ് ആണ് സാറ് ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോകുന്നത്. യൂട്യൂബിൽ ഓരോ ക്ലാസ്സുകളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സാധാരണ കണ്ടുവരുന്ന രൂപത്തിൽ കുട്ടികൾക്കൊരു ലേണിംഗ് സംഭവിക്കുന്നുണ്ടല്ലോ, എക്സാം കാര്യങ്ങൾ. ഈ ഒരു രൂപത്തിൽ അവരുടെ മനസ്സിലേക്ക് ഈ കോൺസെപ്റ്റുകൾ ഈ ഒരു സ്ട്രാറ്റജി, ഒരു പെഡഗോജി, ഒരു പ്ലേ ബേസ്ഡ് പെഡഗോജി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായി സന്നിവേശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിച്ചപ്പോൾ തന്നെ മറന്നു പോകുന്ന സിസ്റ്റമാണോ? അല്ലെങ്കിൽ കേവലം ഒരു കളിയായിട്ട് മാറുകയാണോ? എങ്ങനെയാണിത് ഒരു ലേണിംഗ് ഹാപ്പൻ ചെയ്യണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലേണിങ്ങിൽ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസൊക്കെ ഈ ബോധനശാസ്ത്രപരമായിട്ട് അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ്. ഒരർത്ഥത്തിൽ നമ്മൾ വെറും പാടി പഠിപ്പിച്ച് ബൈഹാർട്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ശരിക്ക് വർക്കുകളിൽ, പ്രോസസ്സുകളിൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഉറച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും പഠന പിന്നാക്കം നിൽക്കാൻ വിഷയം സാധ്യത ഉണ്ടല്ലോ. കാരണം എല്ലാ കണ്ടൻറ്റും ഒരേപോലെ എല്ലാ കുട്ടികളിലും 100% എത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ അത് ഒരു കാരണമായിട്ട്, അതായത് നമ്മളെ ആ മെത്തേഡ് അനുസരിച്ച് ഒരു ലെക്ചർ മെത്തേഡോ അല്ലെങ്കിൽ പ്രോസസ്സ് മെത്തേഡൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് എത്താത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതെല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. അത്തരം കുട്ടികളെ എൻജോയ് ചെയ്ത് നമ്മളിതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ശരിക്ക് ഈ ലേണിംഗ് ഔട്ട്കംസ് തന്നെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കെന്തായി ഇത് എളുപ്പമായിട്ട് കിട്ടുകയും ചെയ്തു. മാത്രമല്ല എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആവുമ്പോൾ ക്ലാസ് മാനേജ്മെൻറ്റിലാണ് ഈ കാര്യം കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഇതിൻ്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ വന്നാൽ അവർ ആ ഭാഗത്തെക്കുറിച്ചിട്ടൊരു ധാരണ വരും. ഒരു പരീക്ഷയെ സംബന്ധിച്ചിട്ട് സാർ ചോദിച്ചു, ഈ പരീക്ഷയിൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് ലാസ്റ്റ് ഒരു പ്രോസസ്സ് ആണത്. അവരെ ഒരു വിലയിരുത്തൽ അതാണ്. ശരിക്കും റിട്ടേൺ ആയിട്ടൊരു എഴുത്ത്, ആ എഴുത്ത് നമ്മളെ കേരള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഏത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ലാസ്റ്റൊക്കെ എത്തുന്നത് ഒരു മത്സര പരീക്ഷകളിലാണ്. അപ്പോൾ ഏത് കോഴ്സും കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ എക്സാം പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, അത്തരം കുട്ടികൾക്ക് റിമെമ്പറിങ് ആയിട്ടുള്ള ഒരു സംഗതി വരണം. പരീക്ഷയിലൊക്കെ ശരിക്ക് ഒരു ലേണിംഗ് ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട്, ഒരു ലക്ഷ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻസ് വരിക അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി വരിക നമ്മുടെ സിസ്റ്റത്തിലൊക്കെ. ആ സമയത്തൊക്കെ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു സംഗതി, ആ സംഗതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്ന ആ കളി രീതികളും പാട്ട് രീതികളും ഒക്കെ വേണം. അല്ലാതെ നമ്മൾ എല്ലാ മെത്തേഡും ഇതേ രൂപത്തിലാവണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇത് പിന്നാക്കം നിൽക്കുന്ന കുട്ടിയെങ്കിലും റിമെമ്പർ ചെയ്യുന്ന രൂപത്തിലേക്ക് എന്ത് വേണം, ഈ സാധനം കൊടുത്തേ അത് ഓർത്തെടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് സാർ ഇത് ഫ്രെയിം ചെയ്യുന്നത്. അതാണ് നമ്മൾ കുട്ടികളുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ നല്ല എഫേർട്ടാണ്. ഇന്ന് നമ്മൾ പഠിപ്പിക്കണം. ഇന്നിപ്പോൾ ഞാനൊരു പോസ്റ്റ് ചെയ്തൊരു സാധനം, സഞ്ചാര മോഡലിൽ നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് പഠിപ്പിക്കുക. അതൊരു പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ടാണ്. പക്ഷേ ഈ സാധനത്തിലേക്ക് ഞാൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സംസ്ഥാനത്തെക്കുറിച്ചിട്ട് കുട്ടികൾ പഠിക്കേണ്ട പഠന വസ്തുതകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലസ്ഥാനം മാറ്റണതാണ്. ഇത് മാറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന നോട്ട് ചെയ്ത്. അത് മാത്രമല്ല, ലേണിംഗ് മെറ്റീരിയൽസോ, നമ്മളുണ്ടാക്കുന്ന ലേണിംഗ് മെറ്റീരിയൽസൊക്കെ നമ്മളെ മനസ്സിലൊരു കോൺസെപ്റ്റ് വന്നാൽ, ആ കോൺസെപ്റ്റ് വന്നാൽ അത് നേരെ പാടി പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ പലരും പറയും ഇത് പാടി പഠിപ്പിക്കേണ്ടതല്ലല്ലോ, ഇതിലെവിടെ ലേണിംഗ് മെറ്റീരിയൽസ്. ആ ലേണിംഗ് മെറ്റീരിയൽസും കൂടി നമ്മളതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ ഈ സബ്ജക്റ്റ് വരുന്ന സമയത്ത്, അതർ സബ്ജക്റ്റുകൾ, അറബി ലാംഗ്വേജുകൾ, മറ്റ് സബ്ജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് കിട്ടുന്ന സമയം, ഫ്രീ സമയം, എൻഗേജ്ഡ് ആണ്, ഫുൾ സമയം സ്കൂളിൽ എൻഗേജ്ഡ് ആണ്, ക്ലാസ്സിലും എൻഗേജ്ഡ് ആണ്.
ആ സമയത്താണ് നമ്മളിതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു മേശപ്പുറം എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയില്ലാത്തൊരു മേശപ്പുറം ഇക്കാരം. കാരണം ക്രിയേറ്റീവായ ആളുകളുടെ മേശപ്പുറമൊക്കെ അവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ക്ലാസ്സിലെ ടേബിളൊന്നും ഞാനിരിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല പ്രസൻറ്റ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കണില്ല. നമ്മൾ ക്ലാസ് അപ്പോൾ അറബി മറ്റൊരു വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെ ആക്ടിങ് സമയത്തൊക്കെ അവരൊരു ചെയറും ഒരു ടേബിളൊക്കെ തരിയുണ്ടാവും എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കേണ്ടത്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഫുള്ളാണ്. അവിടെ ഓരോ പ്രോസസ്സ് ഓരോ ആക്ടിവിറ്റികളും കഴിഞ്ഞാൽ ഇങ്ങനെ അത് നിറഞ്ഞ് വരും. ചുമര് കണ്ടാലറിയാം. കാരണം ഓരോ പാഠം തീർന്നത് എവിടെ എത്തി എന്നുള്ളത് ആ ചുമരം നോക്കി മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എഫോർട്ടാണ്. പക്ഷേ നമ്മൾ പറയല്ലേ ഈ എഫോർട്ടൊന്നും എനിക്ക് അത്ര വലിയ ബേർഡനായിട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് അധ്യാപകരായതുകൊണ്ട് തന്നെ എങ്ങനെ സാർ ഇതിന് സമയം കണ്ടെത്തുന്നത്, അതിനൊക്കെ കൃത്യമായി ഇപ്പോൾ സാറ് മറുപടി പറഞ്ഞു. ഏതായാലും സന്തോഷം. പിന്നെ സാറേ ഈ ടീച്ചേഴ്സിന് ഇതുപോലെ റിസോഴ്സ് പേഴ്സൺ ആണല്ലോ, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകർ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ ഓപ്പൺ മൈൻഡോട് കൂടി തന്നോ, അല്ലെങ്കിൽ പിന്നെ സാറ് ഐക്കണായത് കൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണോ? ഇത് നമ്മൾ എല്ലാ മേഖലയിലുള്ളൊരു പ്രശ്നം തന്നെയാണ്. അത് ടീച്ചിങ് ഫീൽഡിൽ മാത്രമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോലീസുകാരനെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, ഒരാളവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആളുടെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് അവിടുത്തെ ജാമ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ട് ഒരു കൊടയും പിടിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലോക്ക് തീരുന്നില്ല. പക്ഷേ ആക്റ്റീവായിട്ട് ഓരോ സൈഡിലും വാഹനം തടഞ്ഞ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങോട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാഫിക് ജാമിൽ നിൽക്കണില്ല. നമ്മളെന്ത് ചെയ്യും? സുഗമമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരം പോലെ തന്നെയാണ് ടീച്ചിങ് ഫീൽഡും. ഇതിൽ 100% കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണെങ്കിൽ അവർ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാണ്, അവരതിന് വേണ്ടിയിട്ട് TLMകൾ ഉണ്ടാക്കാൻ തയ്യാറാണ്. എനിക്കൊരുപാട് ഒരു പറ്റം ആളുകൾ സുഹൃത്തുക്കളുണ്ട്. ആ ഒരു പറ്റം ആളുകളിൽ ഇപ്പോൾ നമ്മളായിട്ട് നന്നായിട്ട് അടുത്ത ഒരുപാട് ടീച്ചേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും മാഷേ അത് ഞാൻ ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു കേട്ടോ, ഞാനത് ഉണ്ടാക്കിയിട്ടോ, ഞാനത് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉള്ള നമ്മുടെ ക്ലാസ്സുകളായിട്ടൊന്നും ഫോളോ അപ്പ് ഉള്ള ടീച്ചേഴ്സൊക്കെ പറയും ഫോളോ ചെയ്യുന്നത് സാറെ ക്ലാസ് അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ് ഒരു അവസാനത്തെ വാക്കല്ല, അതിൻ്റെ കോൺസെപ്റ്റുകളാണ്. പക്ഷെ മിനിമം ആ കോൺസെപ്റ്റെങ്കിലും നമ്മുടെ ക്ലാസ് റൂമുകളിൽ കിട്ടണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹാപ്പി ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഒരു പ്ലാനാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സംഗതികളൊക്കെ ഈ രൂപത്തിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സംഗതികൾ. അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചർ എടുക്കുന്ന TLMകളും മാനുവലുകളൊക്കെ അതൊക്കെ ശരിക്ക് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് പല ക്ലാസ് റൂമുകളിലും എത്തുന്നത്. അപ്പോൾ അതൊക്കെ അവരെനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. കുട്ടികൾ നല്ല ഫീഡ്ബാക്കാണ്. കുട്ടികളൊക്കെ അത് കൃത്യമായിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കുറേ സമൂഹം വില്ലിങ് ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ള സംഗതി ന്യൂജൻ ടീച്ചേഴ്സ് ഒരു കാരണവശാലും അവരുടെ നല്ല സമയം ഉപയോഗപ്പെടുത്താതെ പോവരുത്. കാരണം അവരുടെ നല്ല ടൈമാണ്. ആ ടൈം അടയാളപ്പെടുത്തലാവണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ പരിപൂർണമായിട്ടും എൻഗേജ് ആവണം. കുട്ടികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വരുന്ന ആക്ടിവിറ്റികൾ തന്നെ ചെയ്യണം. ലെക്ചർ മെത്തേഡ് പഠിച്ചിട്ടോ ബോർഡിൽ എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടൊന്നും ഇനിയുള്ള കാലത്ത് കാര്യമില്ല. കാരണം കുട്ടികളും ആ ഒരു രൂപത്തിലാണ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ ജനറേഷനിൽ മാറ്റം വന്നു. അവർ വരുന്നത് വേറൊരു അറ്റ്മോസ്ഫിയർ എന്നാണ്. ആ അറ്റ്മോസ്ഫിയറിന്ന് അവർ കുറച്ച് സമയത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ആ അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടാതെ നമ്മൾ പുതിയൊരു സാധനത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, നമ്മുടെ പുതിയ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരമ്പരാഗത ട്രഡീഷണൽ ആയിട്ടുള്ള സാധനത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്താൽ അതേ കാരണം അതിനപ്പുറം നമ്മൾ അവരുടെ ആളായി, എപ്പോഴും പറയാലോ അവരുടെയും കൂടി ഒരാളായി മാറുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ നന്നായി പഠിക്കും, പ്രസൻ്റ് ഉണ്ടാവും. സ്കൂളിൽ ചെറിയൊരു അസുഖം അവർ പറയും ഇത്ര ദിവസം ഇനി സ്കൂളില്ലെങ്കിൽ എന്താ ചെയ്യുക, ശനിയും ഞായറും ഇനി അടുത്തൊരു ലീവൊക്കെ വരും, നടക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആവണം. ഹാപ്പി ക്ലാസ് റൂം സൃഷ്ടിച്ചേ
മതിയാകും. ഹാപ്പി ക്ലാസ് റൂമിൻ്റെ ഒരു കണ്ടൻ്റാണ് ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാധനം. ഈ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യനും കൂടി, ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് സാറ് ചെയ്തില്ലേ, ഇപ്പോൾ 1-2 സോങ്സൊക്കെ സാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ഒന്ന് പാടി കേൾപ്പിക്കാൻ കഴിയോ? നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നത് നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം 2024 നമ്മൾ ക്യാച്ച് ചെയ്തൊരു സാധനം, അതായത് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് കിട്ടിയതും, പിന്നെ നേരത്തെ ഒരു കാസർഗോഡിലെ സാത്വിക എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ എല്ലാ സ്കൂളിലും ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ക്ലാസ്സിന് പോകും. ഇപ്പോൾ വയനാട്ടിൽ ക്ലാസ്സിനെത്തി, പാലക്കാട് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഇനി അടുത്ത 9-ാം തീയതിയൊക്കെ ക്ലാസ് ഉണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളെ കാണുമ്പോൾ തന്നെ കുട്ടികൾ പാടുന്നൊരു പാട്ട് കഴിഞ്ഞ നമ്മൾ എഴുതി, അതാണ് കഴിഞ്ഞ മലയാള മനോരമയിൽ അധ്യാപക ദിനത്തിന് ഒരു ചെറിയ കോളം കിട്ടി എനിക്ക്. അതിലേറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയൊരു വരി ഒരു ചെറിയ പഠനപ്പാട്ട്. പാഠങ്ങളൊക്കെ തീർത്തതിന് ശേഷം 1, 2, 3, 4 പേജ് വരുന്ന ഒരു വലിയ പാർട്ടാണ്. ആ പാർട്ട് ഈ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കണ്ടെത്തേണ്ട സംഗതിയാണ്. അതിന് ശേഷം കൊടുത്ത വളരെ സിമ്പിളായിട്ട്, അതാണ് ഇതിൻ്റെ കണ്ടന്റ്. വളരെ നമ്മൾ പറയില്ല കാതൽ സാധനം അതാണ്. ആ സാധനത്തിനെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു TLM ഒക്കെ ഉണ്ടാക്കി, അതിങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സ്റ്റെപ്പ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പാട്ടുണ്ടാക്കി. ആ പാട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലിക്കായത്. തൊട്ട് മുന്നേ അത് ക്ലിക്കായത് വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്ത പാട്ടുമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഏത് പാട്ട് ഇട്ടാലും ഇപ്പൊ അടുത്ത് നമ്മള് ഈ പാട്ടൊക്കെ ക്ലിക്ക് ആവാൻ കാരണമായിട്ടുള്ള 2 പാട്ട് നമുക്ക് പാടാം. യെസ്, ഓക്കെ. അതില് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്ത തുള്ളലുമായി ബന്ധം, തുള്ളലിന്റെ ഒരു കണ്ടന്റ് നമ്മളെ കുട്ടികൾക്ക് എത്ര ലൊക്കാലിറ്റിയുടെ ഇഷ്യൂ ആണ്, അത് അവർക്ക് എത്തൂല. പക്ഷെ നമ്മൾ ആ തുള്ളൽ ശരിക്കും ആ തുള്ളൽ രൂപത്തിൽ അവതരിപ്പിച്ച് കൊടുത്തപ്പോൾ ഈ തുള്ളൽ എന്താണെന്നുള്ളത് അവർക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല അംഗീകാരം കിട്ടിയൊരു സംഗതി, സ്കൂളുകളൊക്കെ ഏറ്റെടുത്തൊരു വിദ്യാർത്ഥികളൊക്കെ ഏറ്റെടുത്തൊരു പാട്ടാണ്. തായ് വേരുള്ള സസ്യങ്ങൾക്ക് ഇലയിൽ ജാലിക സ്ഥിരവിന്യാസം, തായ് വേരുള്ള സസ്യങ്ങൾക്ക് ഇലയിൽ ജാലിക സ്ഥിരവിന്യാസം, സസ്യത്തിൽ കായണ്ടേൽ കായക്കുള്ളിൽ വിത്തുണ്ടേൽ, വിത്തിനുള്ളിൽ ദ്വിബീജപത്രം, വിത്തിനുള്ളിൽ ദ്വിബീജപത്രം, നാരുവേരുള്ള സസ്യങ്ങൾക്ക് ഇലയിൽ സമാന്തര സ്ഥിരവിന്യാസം, സസ്യത്തിൽ കായണ്ടേൽ കായക്കുള്ളിൽ വിത്തുണ്ടേൽ, വിത്തിനുള്ളിൽ ഏകബീജപത്രം, വിത്തിനുള്ളിൽ ഏകബീജപത്രം എന്ന് പറയുന്ന വളരെ 1:30 വരുന്ന സാധനം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനം, ഇതിനെ ക്രമപ്പെടുത്തിയിട്ട് താരതമ്യം ചെയ്തിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം കുട്ടിക്ക് എഴുതിക്കൂടെ? തായ്വേരുള്ള സസ്യങ്ങളിൽ ഇലകളിൽ ജാലികാശിരാവിന്യാസമായിരിക്കും, അതിലെ കായകളിൽ ദ്വിബീജപത്രങ്ങളായിരിക്കും. നാരുവേരുള്ള സസ്യങ്ങളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും, അതിലെ വിത്തുകളിൽ ഏകബീജപത്രങ്ങളായിരിക്കും. കഴിഞ്ഞു. അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് പാടിക്കൊടുത്താൽ അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന സംഗതി, ഇത് ക്ലിക്കാണോ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഈ ജനൽ ഇങ്ങനെ മെല്ലെ അവർ ഇരുന്നിങ്ങനെ റെഡി ആയിരുന്ന സമയത്ത് 2ാമത്തെ പീരീഡ് 3ാമത്തെ പീരീഡൊക്കെ മെല്ലെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി കൊടുക്കും. ഇന്ത്യാദ്യം വിക്ഷേപിച്ചത്, അപ്പം തുടങ്ങും ആര്യഭട്ട, പിന്നെ നമ്മൾ വിക്ഷേപിച്ചത് ഭാസ്കര, ഇന്ത്യാദ്യം വിക്ഷേപിച്ചത് ആര്യഭട്ട, പിന്നെ നമ്മൾ വിക്ഷേപിച്ചത് ഭാസ്കര, വിദ്യാഭ്യാസ ആവശ്യത്തിന് എഡ്യൂസാറ്റ്, അങ്ങനെയുള്ള കാര്യം, സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ ഓഷ്യൻ സാറ്റ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ശരിക്കും അവരുടെ മറക്കാത്ത രൂപത്തിലാണ് അവരുടെ കയ്യിൽ ഇപ്പോഴും അത് ഉണ്ട്. തുള്ളലുമായി ബന്ധപ്പെട്ട് തുള്ളൽ നമ്മൾ വരുന്നത് ശരിക്കും വലിയൊരു 6-8 വരിയുള്ളൊരു സംഗതിയാണ്. പക്ഷെ അത് അങ്ങനെ പഠിപ്പിച്ച കുട്ടികൾ ഒരു കാണാപ്പാടെ തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പഠിച്ച് കുറേ നേരം നിന്നിട്ട് ലാസ്റ്റ് പരീക്ഷയ്ക്ക് വരുമ്പോൾ കുഞ്ചനും തുഞ്ചനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. തുള്ളലെന്ന് കേട്ടാലുടനെ കുഞ്ചനെ നമ്മൾ ഓർക്കണം കേട്ടോ, തുള്ളലിലങ്ങനെ പലതും പറയും പലരെയും പറയും, അതു കേട്ടാരും കോപിക്കരുതേ. തുള്ളൽ നടത്തുന്ന ആൾക്ക് എന്തും പറയാം, പക്ഷെ കോപിക്കാം പാടില്ല. ഹാസ്യം ചൊല്ലി നൃത്തം വെച്ച് മനമിത് കവരും തുള്ളലിതാട്ടോ, തുള്ളലങ്ങനെ 3 ഓരോന്നും ഞാൻ ചൊല്ലിപ്പറയാം. 1ാമത്തത് ഓട്ടം തുള്ളൽ, 2ാമത്തത് പറയന്തുള്ളൽ, 3ാമത്തത് ശീതങ്കൻ. ഞാനും പഠിച്ചു. അത്രേ ഉള്ളൂ.
അതാണ് നമ്മൾ ഇത് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് ആക്ടിവിറ്റിയിൽ ചെയ്ത് കൊടുത്താലോ. ഈ പാട്ടൊക്കെ സാർ ആലോചിച്ച് ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കുന്നതല്ലേ? അതെ അതെ, ഫ്രെയിം ചെയ്ത് വെക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ മാപ്പിൻ്റെ ലാസ്റ്റ് ഏറ്റവും ചെയ്ത് നമ്മുടെ കയ്യിൽ മാപ്പ് കിട്ടിയ വടക്കറിയണ്ട കുട്ടിയേ. നമ്മളെ വലിയ പ്രശ്നമാണ് ഏത്, മാപ്പ് കിട്ടിയതിൻ്റെ വടക്കേതാ തെക്കാന്ന്. നമ്മുടെ കയ്യിൽ മാപ്പ് കിട്ടിയ വടക്കറിയണ്ട കുട്ടിയെ. അപ്പോൾ വടക്കറിയണം മാഷേ. കുട്ടികൾ പറയാ നമ്മുടെ കയ്യിൽ മാപ്പ് കിട്ടിയ വടക്കറിയണ്ട കുട്ടിയെ. മാപ്പ് കിട്ടി മേലെ നോക്കിയ വടക്കണൻ്റെ കുട്ടിയെ. മാപ്പ് കിട്ടി താഴെ നോക്കിയ തെക്കാണെൻ്റെ കുട്ടിയെ. ഇടത് കയ്യ് പിടിച്ചെടുത്ത് പടിഞ്ഞാറാണെൻ്റെ കുട്ടിയെ. വലത് കയ്യ് പിടിച്ചെടുത്ത് കിഴക്കാണെൻ്റെ കുട്ടിയെ. ഓരോ മനസ്സിൽ ആ സാധനം കിട്ടുന്ന സമയത്ത് അതാണ് ആക്ടിവിറ്റി. 4ാം ക്ലാസ്സിൽ ശരിക്കും വരുന്നത് വടക്കെവിടെ തെക്കെവിടെ അല്ലെങ്കിൽ കിഴക്കെവിടെ പടിഞ്ഞാറെവിടെ എന്ന് മാത്രമേ ചോദിക്കണുള്ളൂ. ആ ചോദ്യം ഈ പാട്ടും വെച്ചാൽ കിട്ടൂലേ. അതെ, അവര് ആക്റ്റീവായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഇത് വെച്ചിട്ട് കാസർഗോഡ് നിങ്ങൾക്ക് അവിടെ കടലുണ്ടോ? ഉണ്ട് ഉണ്ട് കടലുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കടലുണ്ട്. ഓരോ ജില്ലകളും കടലുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ ഓരോ സംഗതികളും കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരിപ്പം ഈ സമയത്ത് ഞാൻ ഓർക്കാനുള്ളൊരു കാരണം ചുറ്റളവ് കാണണം. ചുറ്റളവ് കാണണം. പരീക്ഷയ്ക്ക് ചോദ്യം വന്നു. 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തുകയാണ്. ഇന്നാൾ അവനെ സഹായിച്ച് അതിൻ്റെ ചുറ്റളവ് കണ്ടെത്താമോ? ചുറ്റളവ് കാണാൻ എന്താ സൂത്രവാക്യം സാറേ? നമ്മൾ നിറച്ച കൃത്യമായിട്ട് പറഞ്ഞു, നീളത്തെ വീതി കൊണ്ട് കൂട്ടി അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും എന്ന് പറയും. ആ കുട്ടി പരീക്ഷയ്ക്ക് വരുമ്പോൾ നീളത്തെ ഇപ്പം എന്തിനായിട്ടാ ചെയ്യേണ്ടത്, വീതിനെ എന്താ ചെയ്യേണ്ടത്, പിന്നെന്താ കട്ടേണ്ടത്? ഓൻ്റെ മനസ്സിൽ ഓൻ അവിടെ 6 കാണും, അവിടെ ഒരു 3 കാണും. 6 3 9 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇടപെടുന്നത്. എങ്ങനെ ചുറ്റളവ് കാണാൻ എന്താ ചെയ്യാൻ? നീളം വീതി കൂട്ടുന്നു, നീളം വീതി കൂട്ടുന്നു 2 കൊണ്ട് ഗുണിക്കുന്നു. നീളം വീതി കൂട്ടുന്നു 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ കിട്ടും ചുറ്റളവ്. അപ്പോൾ കിട്ടും മുദ്രാവാക്യം വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നീളം വീതി കൂട്ടുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു കുട്ടി ആ പരീക്ഷയ്ക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം കേട്ടോ. അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓന് ഏറ്റവും ലോ ലേണറാ. അവന് ചുറ്റളവൊന്നും കണ്ടെത്താൻ അറിയില്ല, കൂട്ടാനും കുറക്കാനൊക്കെ അറിയാം, ചുറ്റളവ് കണ്ടെത്താനുള്ളതെന്നറിയാം. അപ്പോൾ അവനിങ്ങനെ ഇരുന്നിട്ട് ഏറ്റവും അവൻ്റെ മുദ്രാവാക്യത്തിന് അവന് മുഷ്ടി ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ അടിക്ക് വയ്ക്കണം. അപ്പം തന്നെ വിചാരിച്ചു ഇത് അയിമക്കുള്ള പോക്കണം, എയിമക്ക് നമ്മളെ മുദ്രാവാക്യം. അപ്പോൾ അവനിങ്ങനെ അയച്ചു മോശം നീളം വീതി കൂട്ടുന്നു 2 ഗുണിക്കുന്നു. കിട്ടി. ഓൻ പിന്നെ 3 കൂട്ടണം 6 = 9, 9 ഗുണിക്കണം ഇൻറ്റു 2 18 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടി. ഓനതിൽ എ ഗ്രേഡാണ്. അതാണ് ഇതിൻ്റെ ഒരു സുഖം. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കുട്ടിയില്ലേ, ഓന് സയൻസ് പരമായിട്ട് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊന്നും എഴുതാൻ കഴിയില്ല. ഓൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയണത്, ഓൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയണത് എന്താണ്? ഓപ്പം സ്വയമായിട്ട് വായിക്കും, എഴുതും. ഏത് വലിയ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ഓൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഓൻ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയാം ഓൻ അങ്ങനെ അതായത് അവനൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അപ്പോൾ ഇവർക്കൊക്കെ അത് ഇപ്പോൾ ഭ്രമണം പരിക്രമണം, അതായത് റൊട്ടേഷനും റെവല്യൂഷനും. അപ്പോൾ നമ്മുടെ സ്വന്തം ഭൂമി സൂര്യനെ ചുറ്റിയിട്ട് സ്വയം കറങ്ങണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല മനസ്സിൽ അതുണ്ട്. ഞാൻ ചോദിക്കും ഇത് എനിക്കറിയോ? അപ്പം എന്നോട് പറയും എനിക്കറിയാം മാഷേ, പക്ഷെ അത് നമ്മുടെ സ്വന്തം ഭൂമി സ്വയം കറങ്ങിയിട്ട് സൂര്യനെ ചുറ്റുമ്പോഴാണ് പരിക്രമണം എന്ന് ഓനെ എഴുതാൻ അറിയണില്ല. പക്ഷെ ഓനോട് ചോദിച്ചാൽ അവൻ പറയും നമ്മുടെ സ്വന്തം ഭൂമി സൂര്യനെ ചുറ്റി സ്വയം കറങ്ങണതല്ലേ പരിക്രമണം, അതല്ലേ എന്ന് പറയണത്. അങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് എത്തി. അപ്പം ഇന്നും ഞാനതാ ഇങ്ങോട്ട് വരുന്ന മുന്നേയും ഒരു കുട്ടി കുറച്ച് പ്രാക്ടീസായിട്ട് നടക്കണം, കലോത്സവമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പ്രാക്ടീസൊക്കെ പോയി വന്നല്ലോ, ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ആ തായ്വേരുള്ള ആ കുട്ടി മുഴുവനതായിട്ട് പാടി തന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടാസ്കുകൾ കൊടുക്കുക. ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നാൽ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടോ, അപ്പം ഇന്ന് മാപ്പ് കിട്ടും. എനിക്കിതിൽ ഈ ഒന്നും പറയണ്ട, റീസൺ ഒന്നും പറയണ്ട, എനിക്കിതിൽ ഗോവ കാണിച്ചു തന്നാൽ മതിയാറ്. ആര് പിന്നാക്കം നിൽക്കുന്ന കുട്ടി. അപ്പോൾ ഓലെ ടാസ്ക് അതാണ്. അപ്പോൾ നേരെ വന്നിട്ട് ഗോവയല്ലേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ മാപ്പ് ഇങ്ങനെ എടുത്ത് അതാ ഗോവ, ഇനി പോയിക്കോ, എൻ്റെ ടാസ്ക് കഴിച്ചു. അങ്ങനെയൊക്കെ എന്താ പറയുക
കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുക, എൻഗേജ് ചെയ്യിപ്പിക്കുക, അതാണ് ഉള്ളത്. അപ്പോൾ ഒരു തീം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, സർഗാത്മകത. അത് ഉണ്ടല്ലോ, അത് ക്രിയേറ്റിവിറ്റി എന്നാണ് നമ്മൾ മെയിനായിട്ട്. ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടായിക്കോണം, പക്ഷേ ആരെങ്കിലും ചെയ്ത ക്രിയേറ്റിവിറ്റി എങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ അത്രയും ഉണ്ടാവും. കാരണം ആ ക്ലാസ് റൂം എൻഗേജ് ആവണം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആവണം. അപ്പോൾ അത് പ്ലസ് ചെയ്തിട്ടുള്ള ടീച്ചിങ്ങിനാണ് ഇനിയുള്ള കാലത്ത് സ്കോപ്പുള്ളൂ. മാത്രമല്ല കുട്ടികൾ അങ്ങനെ നമുക്ക് അവരിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ പറ്റുള്ളൂ. ജനറേഷൻ മാറി, പുതിയ റിസർച്ചുകളൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവരറിയാതെ പഠിക്കുന്ന കുട്ടികളാണ് ഇനി വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾ കുറവായിക്കാരം. കാരണം അറ്റ്മോസ്ഫിയർ മാറിയത്, അവർ വീട്ടിനുള്ളിലുള്ള സാഹചര്യം അങ്ങനെയാണ്. മാത്രമല്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഷോർട്സിനോട് ഇതിനോടൊക്കെയാണ്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് നമ്മൾ അധ്യാപകരായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഏതായാലും ഒരു അരമണിക്കൂർ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് ടേക്ക് അവേസ് ഷഫീഖ് മാഷിൻ്റെ ഈ ഒരു ടോക്കിൽ നിന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ 10ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് പിന്നീടുള്ളൊരു തിരിച്ചുവരവ്. ആ ഒരു തിരിച്ചുവരവിന് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നന്ദി എന്ന് പറയുന്നത്. ആ ഒരു നന്ദിയാണ് അദ്ദേഹം ഇത്ര നല്ലൊരു അധ്യാപകനാകുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിന് തിരിച്ചു കാണിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകളാണ്. പിന്നെ അദ്ദേഹം തന്നെ ഇവിടെ പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോക്കിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും, സൺഡേ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടമാണ്. അപ്പോൾ ആ രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സാറും കൂടിയാണ്. ടീച്ചേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാണണം. ഒരുപാട് കീ ടേക്ക് അവേസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നമുക്ക് കിട്ടും. എങ്ങനെയാണ് കുട്ടികൾ എൻഗേജ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾസ് അതിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഹാർഡ് വർക്കും എഫേർട്ടുകളൊക്കെ അത് വേർത്താണ്. സാറ് പറഞ്ഞ പോലെ സാർക്കൊക്കെ കണ്ണടക്കുന്ന സമയത്ത് ഒരുപാട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടാനുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അദ്ദേഹത്തിന് തോന്നും. അത് തന്നെയാണ് അധ്യാപന ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു നിർവൃത്തി എന്ന് പറയുന്നത്. സാറേ, ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ.